എന്ന് അങ്ങ് പറഞ്ഞതോടും നേരത്തെ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ പറഞ്ഞ കാര്യങ്ങളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പറയട്ടെ. ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗിമ്മിക്ക് ഇല്ല. ഇറ്റ്സ് നോട്ട് ഗിവിംഗ് ഫ്രീ ബീസ്. ആ ഒരു ഇലക്ഷൻ ഇയർ ആയിട്ട് പോലും കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന സാമ്പത്തിക രീതിക്ക് വ്യത്യസ്തമായി കുറെ എന്തെങ്കിലും ഒരു ഫ്രണ്ട് ലോഡ് എക്കണോമി, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ടു ദ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ് കുറെ പണം വെറുതെ കൊടുത്ത് ശ്രീ രഞ്ജിത്ത് കാർത്തികന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജനങ്ങളെ മടിയന്മാരാക്കുന്ന ഒരു രീതിയിലേക്ക് ഈ സർക്കാർ മാറിയില്ല എന്നുള്ളത് ഈ സർക്കാരിന്റെ കോൺഫിഡൻസ് മാത്രമല്ല, ജനങ്ങളുടെ മേലുള്ള വിശ്വാസവും, ഈ സർക്കാരിന് ജനങ്ങളുടെ മേലുള്ള വിശ്വാസം ഒരു 10 മടങ്ങ് വർദ്ധിക്കുന്ന രീതിയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് അതിന്റെ ഒരു പെർസെപ്ഷനിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ജനങ്ങളുടെ വിശ്വാസത്തിലാണ്. ആ വിശ്വാസം നരേന്ദ്രമോദി സർക്കാർ കാത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എതിരാളികൾ പോലും സമ്മതിക്കും. കാരണം 2013-14 ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമുക്കറിയാം, ഇത് നമ്മൾ 10th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ആയിരുന്നു. നൗ ദിസ് ഇസ് ബിക്കം എ 5th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. അതായത് നമ്മൾ ഈ ഇത്രയും നാൾ നടത്തിയ ഒരു ഭരണ പരിഷ്കാരങ്ങളുടെയും സാമ്പത്തികമായ ചില അച്ചടക്കങ്ങളുടെയും കാരണമായി ഇന്ന് രാജ്യം 5ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അതിവിദൂരമല്ലാതെ ഭാവിയിൽ നമ്മൾ 3ാമത്തെ സ്ഥാനത്ത് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണല്ലോ FDI എല്ലാം ഡയറക്റ്റ് വരുന്നത്. അതല്ലാണ്ട് നരേന്ദ്രമോദി വിളിച്ചു കഴിഞ്ഞാൽ കുറെ പൈസ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വിദേശത്തെ കുത്തക മുതലാളിമാർ മുഴുവൻ പണം ഇന്ത്യയിൽ വന്ന് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ ഇത്തരത്തിൽ ജനങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഏറ്റവും പ്രധാനം. അത് സമ്പത്തോ അല്ലെങ്കിൽ നാച്ചുറൽ ബെനിഫിറ്റോ ഒന്നുമല്ല. ജനങ്ങൾക്കുള്ള കോൺഫിഡൻസ് ആണ് ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ പരമപ്രധാനമായ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഇന്ന് ഈ നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും നല്ല ഗ്രേസ് മാർക്കോടെ നിൽക്കുകയാണ്. അതിന്റെ വിശ്വാസമാണ് ഇത്തരത്തിൽ ഫ്രീ ബേബീസ് നൽകിക്കൊണ്ട് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഗിമ്മിക്സ് കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ വോട്ട് വേണ്ട, ഞങ്ങൾ സത്യസന്ധമായി 10 വർഷം ചെയ്ത കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും അധികാരത്തിൽ വന്നാൽ, അതല്ലാണ്ട് ഫ്രീ ബേബീസ് അല്ല എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, കേൾക്കാമോ? ഞാൻ കേൾക്കാം, കൃത്യമാണ്, പറഞ്ഞോളൂ. വ്യക്തമാണ്. രഞ്ജിത്ത് കാർത്തികൻ പറഞ്ഞ ഒരു കാര്യവും കൂടി എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം അദ്ദേഹം എന്തുകൊണ്ട് പേര് പറഞ്ഞെന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. നൗ വി ആർ കോമ്പീറ്റിംഗ് വിത്ത് മറ്റു രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ സെന്റേഴ്സ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ബിക്കം എ വേൾഡ് മാർക്കറ്റ്. അപ്പോ ഈ കേരളത്തിലെ ഒരു സ്ഥാപനം അന്താരാഷ്ട്ര തലത്തിൽ ചൈനയോട് വരെ കിടപിടിക്കാവുന്ന വലിയ രീതിയിലുള്ള ഒരു മെഷീനറി വിൽക്കുവാനായിട്ട് ശക്തമായി എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇൻഫാക്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം രാജ്യത്തെ R&D ഒക്കെ അടക്കമുള്ള അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഭാവിയിൽ സ്വന്തമായിട്ട് പേറ്റന്റ്, ഇപ്പൊ തന്നെ നമ്മളാണ് ഏറ്റവും കൂടുതൽ പേറ്റന്റ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളതും, ചൈനയേക്കാൾ കൂടുതൽ നമുക്കാണ് പേറ്റന്റ് ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് കിട്ടിയിട്ടില്ല, പക്ഷെ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഗ്രോത്തിന്റെ, നാച്ചുറൽ ഗ്രോത്തിന്റെ ഒരു സബ്സിഡി ഒന്നും ഇല്ലാതെ, ഗവൺമെന്റിന്റെ പിന്തുണ പോലും ഇല്ലാതെ സ്വയം ഏതൊരു എന്റർപ്രണർക്കും ലോക മാർക്കറ്റുകളോട് കോമ്പീറ്റ് ചെയ്യാവുന്ന ഒരു ശക്തമായി മാറുന്നു എന്നുള്ളത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നവർക്ക് ഏറ്റവും സ്വാഗതാർഹമായ, ഏറ്റവും വളരെ ശുഭസൂചകമായ കാര്യമാണ് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ ഏറ്റവും പരമപ്രധാനമായിട്ട് മറ്റൊന്ന് കാണേണ്ടത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ എത്രയോ വർഷമായി സ്ഥിരമായി കൂടുന്നു എന്നുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ 2014-15 5.6 lakhs crore ആയിരുന്നുവെങ്കിൽ ഇപ്പോ 2024 അത് ഏതാണ്ട് 18.6 ലക്ഷം കോടിയായി വളർന്നിരിക്കുന്നു എന്നുള്ളത് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ കാണിച്ച വലിയ കരുത്ത്. അതായത് ഒരു മൂലധന നിക്ഷേപം എല്ലാ കാര്യത്തിലും വളരെ ശക്തമായി നടത്തുന്നു. നമുക്കറിയാം, നാഷണൽ ഹൈവേയുടെ കാര്യത്തിലൊക്കെ ഇപ്പൊ കടം മേടിച്ചു എന്ന് പറയുന്നു. ഇൻഫാക്ട് ഡെറ്റ് ഫ്യൂവൽസ് ദ ഗ്രോത്ത് എന്നുള്ള ഒരു കാര്യവും കൂടി ഉണ്ട്. പക്ഷെ അതിന് അസറ്റ് ഉണ്ടാവണം എന്നുള്ള കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞത്. 1 ലക്ഷം കോടി രൂപയുടെ അസറ്റ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു നാഷണൽ ഹൈവേക്ക്.
അപ്പോൾ അത്രയേറെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരികയും അതിനുള്ള അസറ്റ് ഉണ്ടാക്കുകയും അതിലൂടെ നേഷന്റെ ഗ്രോത്ത് വളരെ രീതിയിൽ കൂടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്. അപ്പോ ഇത്തരത്തില് ഫ്രൈറ്റ് കോറിഡോർ വരുന്നു, നാഷണൽ ഹൈവേയുടെ 3 രീതിയിലുള്ള വികസനം, തുറമുഖങ്ങൾ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ എയർപോർട്ടുകൾ, കണക്ടിവിറ്റി ഏറ്റവും പ്രധാനമാണ്. സാഗർമാല തുറമുഖങ്ങൾ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ 74 എയർപോർട്ടുകൾ, ഏതാണ്ട് 149ഓളം, ഏതാണ്ട് ഇരട്ടിയോളം എയർപോർട്ടുകളാവുന്നു. അപ്പോൾ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യുവാനും കൊമേഴ്സ് വർദ്ധിക്കുവാനും അതുപോലെ തന്നെ വികസനം നടക്കുവാനും ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരൊറ്റ കാര്യം ഞാൻ മാത്രം പറയാം, എത്രയോ സമയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല, കാരണം നീതിയെ പോലുള്ള ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക വിദഗ്ധർ കൂടി ഉണ്ട്, അദ്ദേഹത്തിനൊക്കെ പറയാൻ സമയം വേണം. കഴിഞ്ഞ 2 തവണയായി ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ 50 വർഷത്തേക്കുള്ളത് 2023 ഉണ്ടായിരുന്നു. 1.3 lakhs crore 2024 ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് 97,000 കോടി രൂപയും മറ്റ് സംസ്ഥാനങ്ങൾ ഏറ്റെടുത്തു. പക്ഷെ കേരള സംസ്ഥാനം 1 രൂപ പോലും ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, അപ്ലൈ ചെയ്തിട്ട് പോലുമില്ല എന്നുള്ളത് ആരെയാണ് വിഷമിപ്പിക്കാത്തത്? ഒരു 50 വർഷത്തേക്ക് ഫ്രീ ആയിട്ട്, ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ കിട്ടിയിട്ട് അത് ഏറ്റെടുക്കാണ്ട് മസാല ബോണ്ടിൽ പോയി 10% ഇൻട്രസ്റ്റിന് 9.75 ഇൻട്രസ്റ്റിന് കിഫ്ബിക്ക് വേണ്ടി ലോൺ വാങ്ങിക്കുകയും അതെടുത്തുകൊണ്ട് നമ്മളെ കൂടുതൽ കടക്കണിയിലേക്ക് വീഴ്ത്തും ചെയ്യുന്ന സർക്കാർ പറയുകയാണ്, കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശം എന്താണ്? വിദേശത്ത് നിന്ന് കടമെടുക്കുക, അതിന് 10% പലിശ കൊടുക്കുക. നേരെ മറിച്ച് കേന്ദ്ര സർക്കാർ 50 വർഷത്തേക്ക് പലിശരഹിത പണം നൽകുമ്പോൾ അതിന് അപ്ലൈ പോലും ചെയ്യുന്നില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഈ സംസ്ഥാനത്തോടുള്ള താല്പര്യം എന്താണ്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ഫണ്ടിലേക്ക് ഇൻട്രസ്റ്റ് കേൾക്കുകയാണോ എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങൾക്കൊരു സംശയമില്ല. ഇതിന് അടുത്ത പ്രത്യക്ഷ ഉദാഹരണം 950 ഇലക്ട്രിക് ബസ്സുകൾ കേരളത്തിലേക്ക് നൽകുവാൻ പോയപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്ന് മാത്രമല്ല, അത് വേണ്ട എന്ന് കാറ്റഗറിക്കലി പറയുന്നു. ഇലക്ട്രിക്കൽ ബസ് നഷ്ടമാണെന്ന് പറയുന്നു. നാളെ നമ്മൾ G20 പറഞ്ഞതുപോലെ കാർബൺ നെറ്റ് സീറോ ഒരു ഫെസിലിറ്റിയിലേക്ക് ലോകം മാറുമ്പോൾ ഇന്ത്യ അതിന്റെ ചാമ്പ്യനായിട്ട് മുന്നേറുമ്പോൾ ഹൈഡ്രജൻ ബസ്സുകൾ ഗുജറാത്തിലും ഡൽഹിയിലൊക്കെ ഓടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ബസ്സിനെ പോലും വേണ്ട എന്ന് പറയുകയും കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞും ഈ പറയുന്ന ഒരു പഴഞ്ചൻ ടെക്നോളജിയുടെ കൂടെ പോവുകയും ചെയ്യുന്ന ചരിത്രം കേരളത്തിലെ യുവാക്കൾക്ക് മനസ്സിലാവില്ല എന്നാണോ മുഖ്യമന്ത്രി മനസ്സിലാവുന്നത്? ഇപ്പൊ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഏതായാലും CBI വലുതല്ലല്ലോ SFIO എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ പല ചാനലിൽ കണ്ടിരുന്നു. അപ്പോ ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാണ്? ഗതികേടെന്ന് പറയാനല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ്? അപ്പോ ഇലക്ട്രിക്കൽ ബസ് അല്ല, ഈ പറയുന്ന പെട്രോളും ഡീസലുമാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന, CBI വലുതല്ലല്ലോ SFIO എന്ന് വിശ്വസിക്കുന്ന നേതാക്കളുള്ള നാട്ടിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഭാരം പേറാൻ തയ്യാറായേ പറ്റൂ. നമുക്ക് നീതി, അല്ലെങ്കിൽ ഇവിടെ ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന, അപ്പൊ നേരത്തെ അനിൽ നമ്പ്യാരൊക്കെ പറഞ്ഞ പോലെ ടൂറിസം കാര്യത്തിലേക്ക് നൽകുന്ന വലിയ സേവനം, അത് ടൂറിസം സത്യത്തിൽ കേരളത്തിലെ ഗുണകരമാകേണ്ടതാണ്, അത് അങ്ങനെ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനുള്ള പ്ലാൻ പറയാതെ എങ്ങനെ ഈ സർക്കാരിനെ തകർക്കാം, അല്ലെങ്കിൽ ഈ സർക്കാരിനെ ഇകഴ്ത്തി പറയാം എന്നുള്ള ഒരു നയ സമീപനമാണ് കാണിക്കുന്നത്.